ആക്ച്വലി ഞാൻ ചെയ്യുന്ന സിനിമകൾ പൊതുവെ ഐ ഡിപ്പെൻഡ് മോർ ഓൺ ടു ദ കഥ. അതായത് നമ്മുടെ സ്റ്റോറി ലൈൻ സ്ക്രിപ്റ്റിന് ഭയങ്കരമായിട്ട് വിശ്വസിക്കുന്നത്. കണ്ടപ്പോൾ എല്ലാവരും ആ കളിയിലേക്ക് ഭയങ്കരമായിട്ട് ഫോക്കസ്ഡ് ആയി. എല്ലാവരും വിചാരിച്ചു ഇതൊരു ഔട്ട് ആൻഡ് ഔട്ട് ഒരു ലാഫ് റയറ്റാണ് സിനിമ. അപ്പോഴാണ് ഞങ്ങൾക്ക് അത് ശരിക്കും പറഞ്ഞാൽ പ്രേക്ഷകർ ഞങ്ങൾക്ക് തന്ന ദൗത്യമാണ്. കാര്യം ഞങ്ങൾ എവിടെ ചെന്ന് പോയി ചിരിച്ചു അപ്പോഴാണ് ഞങ്ങൾക്ക് മനസ്സിലാവുന്നത് ഇത് അങ്ങനെ അതല്ല. നമ്മൾ ഉദ്ദേശിച്ചത് കുറേ നാളൊക്കെ വേണ്ടി ഇവൻ വേറൊരു സ്ട്രീം ഓഫ് സിനിമ അറ്റംപ്റ്റ് ചെയ്ത് ഭയങ്കര രസകരമായിട്ട് അപ്പോൾ ഇതിൻ്റെ തമാശ വരുന്നത്. അപ്പോഴാണ് നമ്മൾ പറഞ്ഞ പോലെ വർഷങ്ങൾക്ക് ശേഷം വരികയും തിരിച്ച് അതിലോട്ട് വരുന്ന സമയത്ത് ഈ പറഞ്ഞ പോലെ എല്ലാവരുടെയും പ്രതീക്ഷ കുറേ കൂടെ കളിയിലേക്ക് മാത്രമായി. അപ്പോഴാണ് ഞങ്ങളിവിടെ കളിയിൽ അല്പം കാര്യമെന്ന രീതിയിലേക്ക് ആ ടീസർ വിട്ടത്. അപ്പോൾ എനിക്ക് തോന്നുന്നു അത് കുറച്ചും കൂടെ ഇന്നിപ്പോൾ വന്നിരിക്കുന്ന എല്ലാവർക്കും ഭയങ്കര ക്ലിയർ ആയിട്ടുണ്ടാവും. അതാണ് ബ്രദർ ചോദിച്ചതിൻ്റെ റീസൺ. എന്നാൽ നിങ്ങൾ തന്നെ തന്ന റെസ്പോൺസിലാണ് ഞങ്ങൾക്ക് ഒരു തിരിച്ചറിവുണ്ടായി. ഞങ്ങൾ അങ്ങനെ ഒരു ടീച്ചറിലോട്ട് പോവാൻ ഞങ്ങൾക്ക് പറ്റിയത്. അതാണ് അതിൻ്റെ റീസൺ. ഈ എല്ലാവരും ടീച്ചർ കണ്ടപ്പോൾ തന്നെ എല്ലാവരും പറഞ്ഞൊരു ഫാക്ടർ ഉണ്ടല്ലോ, ഈ നിവിൻ പോളിയും അല്ലെങ്കിൽ എന്റർടൈൻമെന്റ് സോണിലേക്ക് കൊണ്ടുവരുന്നു എന്നുള്ളത്. ശരിക്കും അവിടെ ഇപ്പോ രണ്ടാമത്തെ ടീച്ചർ ഇട്ടപ്പോഴും ശരിക്കും അവിടെ സംഭവിച്ച റീഡിഫൈനിങ് ഫാക്ടർ ഉണ്ടല്ലോ. അതായത് പോലെ ഒരു സ്റ്റാറിനെ കൊണ്ടുവന്ന് നമുക്ക് എന്തൊക്കെ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുമോ ചെയ്യിക്കാം. ശരിക്കും ഓൺ ദ ഫസ്റ്റ് ഡ്രാഫ്റ്റ് ആണ് ഇത് നിവിൻ പോളി ചിത്രമായിരുന്നു. ഇത് ആക്ച്വലി ഞാൻ ചെയ്യുന്ന സിനിമകൾ പൊതുവെ ഐ ഡിപ്പെൻഡ് മോർ ഓൺ ടു ദ കഥ. അതായത് നമ്മുടെ സ്റ്റോറി ലൈൻ സ്ക്രിപ്റ്റിന് ഭയങ്കരമായിട്ട് വിശ്വസിക്കുന്ന ഒരാളാണ്. അപ്പം ഇത് ശരിക്കും പറഞ്ഞാൽ ഷാരിസ് ആണെങ്കിലും ഇപ്പം നേരത്തെ ലിസ്റ്റിൻ്റെ അടുത്ത് മുന്നേ ഷാരിസ് പറഞ്ഞ കഥയാണ്. എൻ്റെ അടുത്ത് അവൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഷാരിസ് പിന്നെ എപ്പോഴും ഒരു ദിവസം എൻ്റെ അടുത്ത് ചുമ്മാ തമാശയ്ക്ക് പറഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് കണക്ട് ആയി. അത് മേ ബി ആസ് എ മലയാളി എനിക്ക് കിട്ടിയ ഒരു വികാരമായിരിക്കും. എനിക്കത് ഭയങ്കരമായിട്ട് കണക്ട് ആയി. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഞാനും ഇവരും തമ്മിലൊരു കോൺവെർസേഷൻ ഉണ്ടായിരുന്നു. എന്തെങ്കിലും നമ്മൾ പ്ലാൻ ചെയ്യണം എന്നുള്ളൊരു വന്നപ്പോൾ പെട്ടെന്ന് അങ്ങനെ വന്ന ഒരു പ്രോജക്റ്റാണ് ഈ മലയാളി ഫ്രം ഇന്ത്യ. അതല്ലാതെ നമ്മൾ നേരത്തെ പ്ലാൻ ചെയ്തു. പക്ഷേ ഈ സിനിമയിൽ എനിക്കൊരു കാര്യം ഉറപ്പ് പറയാൻ പറ്റും. ഇന്നലെ വന്ന ടീച്ചറിലാണെങ്കിൽ എല്ലാവരും എക്സ്പെക്ട് ചെയ്യുന്ന ഒരു നിവിൻ പോളിയുടെ ഒരു ഹ്യൂമർ സൈഡ് മാത്രമാണ്. പക്ഷേ എനിക്ക് തോന്നുന്നു ഈ സിനിമയിൽ എനിക്ക് കുറേ കൂടെ ഒരു ഇമോഷണൽ ഒരു 360 ഡിഗ്രി നിവിൻ പോളിയുടെ കവർ ചെയ്യാൻ സാധിച്ചിട്ടുണ്ട് എന്നാണ് എൻ്റെ വിശ്വാസം. നാളെ നിങ്ങൾ സിനിമ കണ്ടിട്ട് പറയുക. എങ്കിൽ തന്നെ മലയാളത്തില് ഭയങ്കര നാച്ചുറൽ ആയിട്ട് കോമഡി പ്രസന്റ് ചെയ്യുന്ന ചുരുക്കം ആക്ടേഴ്സിൽ ഒരാളാണ് നിവിൻ പോളി. അപ്പൊ പ്രേക്ഷകര് ബേസിക്കലി അത്തരത്തിലൊരു നിവിൻ പോളിയെ കാണാൻ കാത്തിരിക്കുന്നുണ്ടല്ലോ. അങ്ങനത്തെ ഒരു സൈഡ് എക്സ്പ്ലോർ ചെയ്തിട്ടുണ്ട്. അല്ല, അത് ഇപ്പൊ എനിക്ക് തോന്നുന്നു നിങ്ങൾ പ്രോമോ കണ്ടു കാണും. പ്രോമോയിലൊക്കെ മാക്സിമം നമുക്ക് കിട്ടിയ റെസ്പോൺസ് അതാണ്. ഹ്യൂമർ ട്രാക്ക് ഭയങ്കരമാണ്. അത് ഈ സിനിമയിൽ വളരെ നാച്ചുറൽ ആയിട്ടുണ്ട്. അതാണ് ഞാൻ പറഞ്ഞത്. പക്ഷേ പ്രോമോയിലായാലും മലയാളി യാന്ത്രത്തിലൊക്കെ ഓവർഡൂ ചെയ്തേക്കാം. ശരി, നമ്മൾ കോമഡിക്ക് വേണ്ടി സെൽഫ് റോളിനൊക്കെ വേണ്ടി വെച്ചതാണ്. സിനിമ അതല്ല. സിനിമ വളരെ അവൻ്റെ റിയൽ ആയിട്ട് നാച്ചുറൽ ആയിട്ട് സിനിമ നമുക്ക് അങ്ങനെ ചെയ്യാൻ പറ്റില്ല. അതുപോലെ നമുക്കൊരു എന്താ പറയുക ഭയങ്കര ഫോഴ്സ്ഡ് ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവമല്ല സിനിമ ആൾക്കാർ അതിലൂടെ സഞ്ചരിക്കണം. അപ്പോൾ ഇതൊരു വളരെ സാധാരണ സിനിമയായിട്ട് പോകുമ്പോൾ ചെറിയ ചെറിയ ലൈറ്റർ മൊമെന്റ്സ് ഉണ്ടാവും. അതേ ഉള്ളൂ. അല്ല ഞാൻ ഒരു സ്ഥലത്തും ഓവർഡൂ ചെയ്തിട്ടില്ല. ഈ പറഞ്ഞ എല്ലാ ഷെയ്ഡ്സും കിട്ടും. അതെ, സുദീപ് ജസ്റ്റ് പരിചയപ്പെടുത്താം. നമ്മുടെ കൂടെ നമ്മുടെ DOP ആണ്. അപ്പോൾ സുദീപ് സിനിമാറ്റോഗ്രാഫർ. കിട്ടിയില്ല ഞാൻ പറഞ്ഞ പോയിന്റ്.